ഒരാൾക്കും മടുക്കാത്ത ഏക ഗ്രന്ഥമുണ്ടെങ്കിൽ, ഏക ശൈലിയുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ എന്ന ഗ്രന്ഥവും അതിന്റെ ശൈലിയുമാണ്. ബാക്കി എല്ലാ ശൈലിയും ഒരു സമയത്ത് വന്ന് മറ്റൊരു സമയത്ത് മടുപ്പുണ്ടാക്കുന്നു. ഖുർആൻ നോക്കിക്കോ, നിങ്ങൾ എത്ര കേട്ടാലും നിങ്ങൾക്ക് മടുപ്പ് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അതിന്റെ അത്ഭുതം അങ്ങനെയാണ്. മൂസ അലൈഹിസ്സലാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനോടുള്ള സംസാരം അല്പം കൂടി അധികരിപ്പിക്കാനാണ് ആ പർവ്വതത്തിന്റെ അടുത്ത് ചെന്നപ്പോ കുറച്ചുകൂടി സംസാരിക്കാൻ തയ്യാറായത്. അള്ളാഹുമായുള്ള ബന്ധം ശക്തിപ്പെട്ടത് കാരണം അവനോടുള്ള സംസാരം കൂട്ടാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് ആ ബോധം വരണം. അപ്പൊ നമ്മളെല്ലാം അള്ളാഹുവിനെ കാണാൻ ശ്രമിക്കും. കൈ വിരലുകളിലേക്ക് നോക്കും അള്ളാഹുവിനെ, അല്ലേ? ഫിംഗർ പ്രിന്റ് പലപ്പോഴും പറയില്ല നമ്മള്. ഈ ഫിംഗർ പ്രിന്റ് സൈൻ ചെയ്യുന്ന ഈ സൈനിന് ഭയങ്കര വാല്യൂ ഉണ്ട്. കോടാനുകോടി ജനങ്ങളുണ്ടായാലും ഒരാളുടെ ഫിംഗർ പ്രിന്റും മറ്റൊരാളെ പോലെയില്ല എന്നുള്ളതാണ്. ഒരാളുടെ ഫിംഗർ പ്രിന്റും മറ്റൊരാളുടെ ഫിംഗർ പ്രിന്റിനോട് തുല്യമല്ല. ഇതാരാ ഈ എഞ്ചിനീയറിംഗ് പണി വെച്ചത്? ചിന്തിച്ചു നോക്കിയേ. കാഴ്ചയിൽ കോലൊക്കെ ഒരേപോലെ, പക്ഷെ ഇതെല്ലാം വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്.